ദൈവശക്തി ആക്ടിവേറ്റ് ചെയ്യുന്ന അഞ്ചാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, fifth thing that to activate the God's power. ദൈവത്തിന്റെ അനുസരണയുള്ളവരായിരിക്കുമ്പോൾ തന്നെ As we are the obedient people of God, സ്നേഹത്തോടെ ഉള്ളവരായിരിക്കണം അത്രേ. we should be the carriers of the love. സ്നേഹം നിറഞ്ഞവരായിരിക്കണം അത്രേ. We should be carrying the love of the Lord. ദൈവം സ്നേഹം എന്ന് വചനം പറയുമ്പോൾ We know that the Lord himself is love. ആ സ്നേഹം നമ്മളിൽ പ്രതിപദിച്ചേ മതിയാകത്തുള്ളൂ അത്രേ. Expressing that love to the people. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നവരായിരിക്കണം അത്രേ. We should be demonstrating the love of the God to the others. അത് നമ്മൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. And we need to express that through our actions. നമ്മൾ അതിനുവേണ്ടി ജീവിക്കുന്നവരായി തീരണം അത്രേ. We have to live a life for the love of God. നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ As we are carrying the promises of the Lord, നമ്മൾ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഇപ്രകാരമായിരിക്കണം. somebody ask you who are you, and we should have an ദൈവ answer. വചനമാണ് ഞാൻ എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ രൂപാന്തരപ്പെട്ടേ മതിയാകത്തുള്ളൂ. We have to transform ourselves to say that I myself the word of God. അതേനെ നമ്മൾ ദൈവ ശബ്ദമായി തീർന്നേ മതിയാകത്തുള്ളൂ. And we should be the voice of the Lord. അപ്രകാരമാണ് എങ്കിൽ If we are doing so, നമ്മൾ ദൈവസന്നിധിയിൽ വസിക്കുന്നവരായി തീരുമത്രേ. we will be dwelling in the presence of the Lord.